ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. റംസാൻ നോമ്പ് തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കിലാണല്ലേ. നോമ്പ് തുറക്കും, അതുപോലെ ഇഫ്താറിനും എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ആലോചനയിൽ എല്ലാവരും എല്ലാ ദിവസവും വളരെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. ഇത് അപ്പത്തിനും ഇടിയപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. പിന്നെ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറുതായി നുറുക്കിയ എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 250 ഗ്രാം. പിന്നെ വേണ്ടത് ഒരു 10 ഉള്ളി, ചെറുള്ളി വട്ടത്തിലരിഞ്ഞത് വേണം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്. പിന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചത് വേണം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്തതാണ്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടി. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ ഒരു 2.5 കപ്പ് തേങ്ങാപ്പാൽ വേണം. ഒറ്റപ്പാലായിട്ട് ഞാനിത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി വേണം. ഡൈലൂട്ടഡ് വിനീഗറാണ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് എണ്ണ, കോക്കനട്ട് ഓയിലാണ് വേണ്ടത്. പിന്നെ വേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചതച്ച തന്നെ ഗാർലിക്ക് ചേർക്കാം. ഗാർലിക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്ത് വച്ചിരിക്കുന്ന മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ബാക്കിയുള്ള പൊടികളും, എല്ലാ പൊടികളും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കുക. പൊടികളുടെയും പച്ചച്ചുവയൊക്കെ മാറി ഈ ഉള്ളിയുടെ കൂടെ നന്നായിട്ട് വഴലണ വരെ വഴറ്റി കൊടുക്കുക. 2 മിനിറ്റെങ്കിലും ഇത് ഇങ്ങനെ വഴറ്റി കൊടുക്കേണ്ടി വരും. അപ്പോഴേ ഇത് റെഡിയാകുള്ളൂ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത 2 സവാളയും പിന്നെ 2 പച്ചമുളക് അറ്റം പിളർന്നതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിൽ സവാളയിലേക്ക് വേണ്ട ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ സവാളയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് വഴന്ന് കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇത് വഴറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഇത് കവർ ചെയ്ത് 1 മിനിറ്റ് നമ്മൾക്ക് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സവാളയും മസാലപ്പൊടികളും എല്ലാം നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് മൂടി വെച്ച് നമുക്ക് 1 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിയിലേക്ക് വേണ്ട വെള്ളം, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൊട്ടാറ്റോ ചേർത്തതിന് ശേഷം വെള്ളം ആഡ് ചെയ്താലും മതിയാകും. മിക്സ് ചെയ്യുക. പൊട്ടാറ്റോയ്ക്ക് വേകാൻ പാകത്തിന് ഗ്രേവി ഇല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ തേങ്ങാപ്പാൽ ഒറ്റപ്പാലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഗ്രേവി ഉണ്ടായാൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. കാരണം പൊട്ടാറ്റോയൊക്കെ ഒന്ന് വേകാനുണ്ട്, നമ്മൾ ചിക്കൻ പീസസും ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നമുക്കൊരു
5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. പൊട്ടറ്റോ ഒക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ അധികം വേവില്ലാത്തതാണ്, അപ്പോൾ അതുകൊണ്ട് പൊട്ടാറ്റോൻ്റെ ബാക്കി വേവും ചിക്കൻ്റെ വേവും ഏകദേശം ഒരുപോലെ ആകും. അപ്പോൾ ചിക്കൻ വേഗണമൊപ്പം പൊട്ടാറ്റോവും വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. നമ്മൾ വിനീഗർ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡൈലൂട്ടഡ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ പൊട്ടറ്റോയും ചിക്കനൊക്കെ ഒരുപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ചാറൊക്കെ കുറുകി നമ്മൾ നേരത്തെ ഇട്ട പോലെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും പൊട്ടറ്റോയും എല്ലാം ഒരുപോലെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് കിഴങ്ങുകളൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചിടരുത് കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പുളിയുള്ളതുകൊണ്ട് തേങ്ങാപ്പാൽ പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് ഇളക്കി ഒരു മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ കണക്കനുസരിച്ച് ചേർക്കുക. അതിപ്പോൾ തിളക്കാൻ തുടങ്ങി, നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ അമ്മയുടെ ചിക്കൻ കറിയാണിത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെയ്യാറുണ്ട്. സൺഡേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ചോറിനും വളരെ നല്ലൊരു ഡിഷാണിത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സിമ്പിൾ ചിക്കൻ കറി നോമ്പ് തുറ സമയത്ത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ രാത്രി നിങ്ങൾക്ക് ഇഫ്താറിന് ഈ കറി തന്നെ ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നല്ലൊരു നോമ്പുകാലം ആശംസിക്കുകയാണ്. നമ്മൾക്ക് ഈദ് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ. ബായ്. താങ്ക് യു.